السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനിയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നൂറുൽ ഖുർആന്റെ ക്ലാസ് അല്പം വൈകിയാണ് ഇന്ന് ആരംഭിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 49, 49, 50 ആയത്തുകളാണ് ഇതിനകം നാം പഠിച്ചു വന്നത്. ഇനി അതിനെ തുടർന്നുള്ള 51 മുതൽ 53 വരെയുള്ള ആയത്തുകൾ ഇവിടെ നാം ഓതുകയും അതിലടങ്ങിയ വ്യാകരണ നിയമങ്ങളും പാരായണ നിയമങ്ങളും നാം പഠിക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള ആ ആയത്തുകളിൽ അടങ്ങിയ ആ ആയത്തുകളുടെ ആശയങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم. وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده. وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും അനുയായികളെയും അള്ളാഹു ഫിർഔനിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സംഭവമാണ് ഓർമ്മിപ്പിച്ചത്. ആൺകുട്ടികളെ മുഴുവൻ വധിക്കുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്ന ഫിർഔൻ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ വളർന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് പ്രവാചകനാവുകയും അള്ളാഹുവിന്റെ നുബൂവത്ത് ലഭിച്ചുകൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്ന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഫിർഔനിന്റെ അടുക്കിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ യഥാർത്ഥമായ
ദൈവത്തിലേക്ക് അവർ ഫിർഔനിനെ ക്ഷണിക്കുകയും അദ്ദേഹം ഫിർഔനിനെ ക്ഷണിക്കുകയും എന്നാൽ തന്നെക്കാൾ വലിയ റബ്ബോ ഇലാഹോ ഇല്ല എന്ന അഹങ്കാരം നടിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ഒരു മത്സരത്തിന് തയ്യാറാവുകയും ആ മത്സരത്തിൽ പോലും ഫിർഔൻ പരാജയപ്പെടുകയും ആ മത്സരത്തിനൊടുവിൽ മൂസാ നബിയിൽ വിശ്വസിച്ചിരുന്ന അനുയായികൾ, അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നവർ അവരുടെ കൈകാലുകൾ ഛേദിക്കുമെന്നും അവരെ വധിച്ചു കളയുമെന്നുമൊക്കെയുള്ള ഭീഷണികൾ ഫിർഔൻ മുഴക്കുകയും പിന്നീട് അങ്ങോട്ട് ഫിർഔനിന്റെ ധാരാളം പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ആ സമൂഹം അവിടെ ജീവിച്ചു വരികയുണ്ടായി. ഒടുവിൽ അവരോട് അവിടെ നിന്ന് പോകുവാൻ പറയുകയും ചെങ്കടൽ കടന്നുകൊണ്ട് പോകുവാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം ആ ഒരു യാത്രയിൽ ഫിർഔനും കൂട്ടരും ചെങ്കടലിൽ മുങ്ങി നശിക്കുകയും ചെയ്തു എന്ന സംഭവമാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കിയത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഇദ് വഅദ്നാ മൂസ 40 ലൈല, മൂസയുമായി 40 രാത്രിക്ക് നാം കരാർ നിശ്ചയം നടത്തിയ സന്ദർഭം ഓർക്കുക. ثم اتخذتم العجل من بعده وأنتم ظالمون, പിന്നീട് അദ്ദേഹത്തിന്റെ അഭാവത്തിന് ശേഷം നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി തീർത്തു, നിങ്ങൾ അക്രമികളായും കൊണ്ട്. ثم عفونا عنكم من بعد ذلك لعلكم تشكرون, പിന്നീട് അതിനുശേഷം നാം നിങ്ങൾക്ക് മാപ്പ് ചെയ്തു, നിങ്ങൾ നന്ദി ചെയ്യുവാൻ വേണ്ടി. وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ, മൂസാക്ക് നാം വേദഗ്രന്ഥവും സത്യാസത്യ വിവേചനവും നൽകിയ സന്ദർഭവും ഓർക്കുക, നിങ്ങൾ സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടി. നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം യുവാവായിരിക്കെ മദിയനിൽ പോവുകയും മദിയനിൽ ഏതാനും വർഷം കഴിച്ചുകൂട്ടുകയും പിന്നീട് വിവാഹിതനായിക്കൊണ്ട് തിരിച്ചു വരികയും ചെയ്ത സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു വഴിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഈജിപ്തിലേക്കുള്ള തിരിച്ചു ഉള്ള യാത്രയിൽ വെച്ച് നുബുവത്ത് നൽകുകയും ചെയ്ത സംഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീട് പക്ഷെ ആ സന്ദർഭങ്ങളിലൊന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേദഗ്രന്ഥം നൽകപ്പെടുകയോ ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയോ ചെയ്തതായി നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇവിടെ ഒരു സാധാരണ നിലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ആരംഭിച്ച കാലഘട്ടം തൊട്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ വഫാത്തിനു ശേഷം ഒരു വേദഗ്രന്ഥമായി അതിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ അത് രണ്ട് ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. എന്നാൽ ഇവിടെ وَإِذْ وَعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ എന്ന ഈ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 40 രാത്രിക്ക് നാം അദ്ദേഹവുമായി അല്ലെങ്കിൽ മൂസയുമായി നാം കരാറിൽ നിശ്ചയം നടത്തിയ സന്ദർഭം ഓർക്കുക എന്ന് പറയാം. ഈ കരാർ നിശ്ചയം എന്ന് പറയുന്നത് എന്തിനായിരുന്നു? ഈ കരാർ നിശ്ചയം എന്ന് പറയുന്നത് എന്തിനായിരുന്നു എന്നത് കുറച്ചുകൂടി വ്യക്തമായി സൂറത്തുൽ അറാഫിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വജാവസ്ന സൂറത്തുൽ അറാഫിലെ 138 മുതലുള്ള ആയത്തുകളിൽ നമുക്ക് ഇപ്രകാരം കാണാം:
أعوذ بالله من الشيطان الرجيم وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون. അതായത് ഇസ്രായേൽ സന്തതികളെ നാം സമുദ്രം വിട്ടുകടത്തി രക്ഷപ്പെടുത്തി. എന്നിട്ട് തങ്ങളുടെ ചില ബിംബങ്ങളുടെ അരികിൽ ഭജനമിരിക്കുന്ന ഒരു ജനതയുടെ അടുക്കൽ അവർ വന്നു ചേർന്നു. അവർ പറഞ്ഞു, മൂസ, ഇവർക്ക് ചില ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ നീ ഏർപ്പെടുത്തി തരണം. അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾ അറിവില്ലാത്ത ഒരു മൂഢ ജനതയാകുന്നു. അതായത് ബഹറ് കടന്ന് അപ്പുറം പോയി അതിനുശേഷം അവിടെ കാണുന്നത് ഒരു വിഭാഗം ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ആരാധ്യനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ആ ആരാധനാ രീതി കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇതുപോലെയുള്ളൊരു ആരാധ്യനെ ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം എന്ന് പറയുകയുണ്ടായി. എന്നാൽ പിന്നീട് അല്ലാഹു അതിനെക്കുറിച്ച് പറയുകയാണ്, ഇന്ന ഹഉലാഇ മുതബ്ബറും മാ ഹും ഫീഹി വബാത്തിലും മാ കാനൂ യഅമലൂൻ. നിശ്ചയമായും ഇക്കൂട്ടർ അവർ ഏതൊന്നിൽ സ്ഥിതി ചെയ്യുന്നുവോ അത് ആ മാർഗം മുറിച്ച് നശിപ്പിച്ച് കളയപ്പെടുന്നതാകുന്നു. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഫലശൂന്യവുമാകുന്നു. قال أغير الله أبغيكم إلها وهو فضلكم على العالمين. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അല്ലാത്തതിനെയാണോ നിങ്ങൾക്ക് ദൈവമായി അന്വേഷിക്കുന്നത്? അവൻ നിങ്ങളെ ലോകരെക്കാളും ശ്രേഷ്ഠരാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഗ്രഹ പൂജയുടെ ചില സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇദ് അൻജൈനാകും മിൻ ആലി ഫിർഔന യസൂമുനകും സുഅൽ അദാബി യുഖത്തിലൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അളീം. وواعدنا موسى 30 ليلة وأتممناها بعشر فتم ميقات ربه 40 ليلة. ووعدنا موسى 30 ليلة وأتممناها بعشر فتم ميقات ربه 40 ليلة. وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. മൂസയോട് ഒരു 30 രാത്രിക്ക് നാം വാഗ്ദാനം നടത്തുകയുണ്ടായി. അതിനെ വീണ്ടും ഒരു 10 രാത്രി കൊണ്ട് നാം പൂർത്തിയാക്കുകയും ചെയ്തു. ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല. അങ്ങനെ അദ്ദേഹത്തിന്റെ റബ്ബിന്റെ നിശ്ചിത സമയം 40 രാത്രിയായി തികഞ്ഞു. അപ്പോ 30 രാത്രി പിന്നെ 10 രാത്രി എന്ന് പറയുന്നത് 30 ദിവസം 10 ദിവസം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അങ്ങനെ മൊത്തം 40 ദിവസത്തേക്കുള്ള ഒരു കരാർ. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവുമായി അവിടെ 40 ദിവസം അങ്ങോട്ട് പോവുകയും അവിടെ വെച്ച് സംസാരിക്കുകയും അള്ളാഹുവിനോട് സംസാരിക്കുകയും അങ്ങനെ അവിടെ നിന്ന് വേദഗ്രന്ഥം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു രീതി. അപ്പോൾ ആ സന്ദർഭത്തിൽ അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികളുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂൻ നബിയെ ഏൽപ്പിക്കുകയാണ്. അതാണ് വഖാല മൂസാ ലി അഖീഹി ഹാറൂന ഖുലുഫ്നി ഫീ ഖൗമി വഅസ്ലിഹ് വലാ തത്തബിഉ സബീലൽ മുഫ്സിദീൻ. മൂസ തന്റെ സഹോദരൻ ഹാറൂനോട് പറയുകയും ചെയ്തു, എന്റെ അഭാവത്തിൽ നീ എന്നെ പ്രതിനിധീകരിക്കുക, നീ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക, കുഴപ്പമുണ്ടാക്കുന്നവരുടെ മാർഗത്തെ നീ പിൻപറ്റുകയും ചെയ്യരുത് എന്ന് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുകയാണ്. അങ്ങനെ വലമ്മ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. നമ്മുടെ നിശ്ചിത സമയത്തേക്ക് മൂസ വരികയും അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്ക് നിന്നെ കാട്ടിത്തരയണമേ,
ഞാൻ നിന്നിലേക്ക് വന്ന് നോക്കിക്കാണട്ടെ. അവൻ പറഞ്ഞു, നീ എന്നെ കാണുകയില്ല തന്നെ, എങ്കിലും നീ ആ മലയിലേക്ക് നോക്കുക. അതായത് എന്നിട്ട് അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നുവെങ്കിൽ വഴിയെ നീ എന്നെ കണ്ടുകൊള്ളും. അങ്ങനെ അദ്ദേഹത്തിന്റെ റബ്ബ് മലയിലേക്ക് വെളിപ്പെട്ടപ്പോൾ അതിനെ പൊടിയാക്കി തകർത്തു. മൂസ ബോധമറ്റവനായി വീഴുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ മഹാപരിശുദ്ധൻ, നിനക്ക് സ്തോത്രം. ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി. ഞാൻ സത്യവിശ്വാസികളിൽ ഒന്നാമത്തേവനാകുന്നു. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ സീന താഴ്വരയിലേക്ക് പോവുകയും അവിടെ വെച്ച് അള്ളാഹുവിനോട് സംസാരിക്കുകയും ചെയ്തു. ആ സംസാരത്തിൽ അള്ളാഹുവിനെ കാണുവാനുള്ള അദ്ദേഹത്തിന്റെ അദമ്യമായ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ, ഇല്ല, നിനക്ക് എന്നെ ഒരിക്കലും കാണുവാൻ സാധ്യമല്ല. പക്ഷെ ആ മലയിലേക്കൊന്ന് നോക്കൂ. ആ മല അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്കെന്നെ കാണാം. പക്ഷേ അവിടെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലയിലേക്ക് വെളിപ്പെട്ടപ്പോൾ അതിനെ പൊടിയാക്കി തകർത്തു എന്നാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് വീഴുകയും അങ്ങനെ അദ്ദേഹത്തിന് ബോധം വന്ന സന്ദർഭത്തിൽ സുബ്ഹാനക തുബ്തു ഇലൈക വ അന അവ്വലുൽ മുഅ്മിനീൻ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു പറയുകയാണ്, ഖാല യാ മൂസ ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി ഫഖുദ് മാ ആതൈതുക വകും മിനശ് ശാകിരീൻ. അവൻ റബ്ബ് പറഞ്ഞു, മൂസ, നിശ്ചയമായും എന്റെ ദൗത്യങ്ങൾ കൊണ്ടും എന്റെ സംസാരം കൊണ്ടും നിന്നെ ഞാൻ മറ്റു മനുഷ്യരെക്കാൾ പ്രത്യേകമാക്കി തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ ഞാൻ നിനക്ക് നൽകിയത് നീ എടുത്ത് സ്വീകരിച്ചു കൊള്ളുക. നീ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സംസാരം കൊണ്ടും അള്ളാഹുവിന്റെ ദൗത്യം കൊണ്ടും അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തു എന്നാണ്. അതുകൊണ്ട് ഞാൻ നൽകിയിട്ടുള്ള ഇത് നീ സ്വീകരിക്കുക. നീ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ അകപ്പെടുകയും ചെയ്യുക എന്നതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമുള്ള ഗ്രന്ഥം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ വകതബ്നാ ലഹു ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈഇൻ മൗഇളതൻ വതഫ്സീലൻ ലികുല്ലി ഷൈഇ ഫഖുദ്ഹാ ബിഖുവ്വതിൻ വഅ്മുർ ഖൗമക യഖുദൂ ബിഅഹ്സനിഹാ സൗരീകും ദാറൽ ഫാസിഖീൻ. അദ്ദേഹത്തിന് മൂസാക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പലകകളിൽ നാം എഴുതി കൊടുക്കുകയും ചെയ്തു. അതായത് സതുപദേശവും എല്ലാ കാര്യത്തിനുമുള്ള വിശദീകരണവും. അതിനാൽ നീ അവയെ ബലത്തോടെ എടുത്തു സ്വീകരിച്ചു കൊള്ളുക. നിന്റെ ജനങ്ങളോട് അവയിലെ വളരെ നല്ല കാര്യങ്ങളെ അവർ സ്വീകരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുക. തോന്നിവാസികളുടെ പാർപ്പിടം ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അപ്പോ വകതബ്നാ ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈഇൻ മൗഇളതൻ വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പലകകളിൽ നാം എഴുതി കൊടുക്കുകയും, അതായത് സതുപദേശവും എല്ലാ കാര്യത്തിനുമുള്ള വിശദീകരണവും അതെല്ലാം യഥാർത്ഥത്തിൽ എഴുതി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു പലകകളിൽ എഴുതി കൊടുത്തു എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ അദ്ദേഹം ആ തൗറാത്ത് എന്ന വേദഗ്രന്ഥം അവിടെ സ്വീകരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തോട് പറയുന്നത്, ഫഖുദ്ഹാ ബിഖുവ്വ, നീ അവയെ ബലത്തോടെ എടുത്ത് സ്വീകരിച്ചു കൊള്ളുക. എന്നിട്ട് വഅ്മുർ ഖൗമക യഖുദൂ ബിഅഹ്സനിഹാ, നിന്റെ ജനങ്ങളോട് അവയിലെ വളരെ നല്ല കാര്യങ്ങളെ അവർ സ്വീകരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുക എന്നാണ്. അപ്പൊ ഇങ്ങനെ വേദഗ്രന്ഥം അദ്ദേഹത്തിന് നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറയുകയാണ്, സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ് وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا. ന്യായമില്ലാതെ ഭൂമിയിൽ അഹംഭാവം നടിച്ചുകൊണ്ടിരിക്കുന്നവരെ എന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചുവിടുന്നതാണ്. എല്ലാ ദൃഷ്ടാന്തവും കണ്ടാലും അവർ അവയിൽ വിശ്വസിക്കുകയില്ല.
തന്റെ ഇടത്തിന്റെ മാർഗം കണ്ടാൽ അതിനെ അവർ ഒരു മാർഗമായി സ്വീകരിക്കുകയുമില്ല. وَإِنْ يَرَوْا سَبِيلَ الْغَيِّ يَتَّخِذُوهُ سَبِيلًا ذَلِكَ بِأَنَّهُمْ كَذَّبُوا بِآيَاتِنَا وَكَانُوا عَنْهَا غَافِلِينَ. പിഴവിന്റെ മാർഗം കണ്ടാൽ അതിനെ അവർ ഒരു മാർഗമായി സ്വീകരിക്കുകയും ചെയ്യും. അത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ വ്യാജമാക്കുകയും അവയെക്കുറിച്ച് അശ്രദ്ധരായിരിക്കുകയും ചെയ്തതുകൊണ്ടത്രേ. والذين كذبوا بآياتنا ولقاء الآخرة حبطت أعمالهم هل يجزون إلا ما كانوا يعملون. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെയും വ്യാജമാക്കിയവരാകട്ടെ അവരുടെ പ്രവൃത്തികൾ വിഫലമായി. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനല്ലാതെ അവർക്ക് പ്രതിഫലം കൊടുക്കപ്പെടുമോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ അള്ളാഹുവുമായി സംസാരിക്കുകയും തൗറാത്ത് ഏറ്റുവാങ്ങുകയും അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? മൂസാ നബിയുടെ അനുയായികൾ وَاتَّخَذَ قَوْمُ مُوسَى مِنْ بَعْدِهِ مِنْ حُلِيِّهِمْ عِجْلًا جَسَدًا لَهُ خُوَارٌ أَلَمْ يَرَوْا أَنَّهُ لَا يُكَلِّمُهُمْ وَلَا يَهْدِيهِمْ سَبِيلًا اتَّخَذُوهُ وَكَانُوا ظَالِمِينَ. മൂസ പോയതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ജനത അവരുടെ ആഭരണം കൊണ്ട് ഒരു പശുക്കുട്ടിയെ, ശബ്ദമുള്ളതായ ഒരു ശരീരം ഉണ്ടാക്കി തീർത്തു. അതിനെ ആരാധിച്ചു വന്നു. അവർക്ക് കണ്ടുകൂടെ അതവരോട് സംസാരിക്കുന്നുമില്ല, ഒരു മാർഗവും അവർക്ക് കാട്ടിക്കൊടുക്കുന്നുമില്ല എന്ന് അതവർ ഉണ്ടാക്കി. അവർ അക്രമികളായിരുന്നു. ഇതാണ് ഖുർആൻ നമ്മൾ സൂറത്തുൽ ബഖറയിൽ നേരത്തെ ഓതിയത്. എന്ത്? സുമ്മത്തഖത്തുമുൽ ഇജ്ല മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷം നിങ്ങൾ ഇജ്ലിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു തആല നിർദ്ദേശപ്രകാരം സീനാ താഴ്വരയിൽ പോയി അവിടെ നിന്ന് അല്ലാഹുവിൽ നിന്ന് തൗറാത്ത് സ്വീകരിച്ച് ഏറ്റുവാങ്ങുന്ന ആ സന്ദർഭത്തിൽ ഇവിടെ ഇവർ ഈ രൂപത്തിൽ ഒരു ഇലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും ആ പശുക്കുട്ടിയെ അവർ ആരാധിച്ചു വരികയും ചെയ്തു എന്നുള്ളത് അത്രയും കഠിനമായ, അല്ലെങ്കിൽ വളരെ വലിയ ഒരു ഗൗരവമേറിയ തിന്മയിൽ അവർ അകപ്പെടുകയുണ്ടായി എന്നതാണ്. കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്ന് പറയുകയാണ്, വലമ്മാ സുഖിത ഫീ ഐദീഹിം വറഅൂ അന്നഹും ഖദ് ളല്ലൂ ഖാലൂ ലഇൻ ലം യർഹംനാ റബ്ബുനാ വയഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ കൈകളിൽ വീഴുകയും, അതായത് ഖേദിച്ച് തല താഴ്ത്തുകയും തങ്ങൾ വെടിപിടിച്ചിട്ടുണ്ടെന്ന് കാണുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായും നമ്മുടെ റബ്ബ് നമ്മോട് കരുണ കാണിക്കുകയും നമുക്ക് പുറത്തു തരികയും ചെയ്തില്ലെങ്കിൽ നാം നഷ്ടക്കാരിൽപ്പെട്ടവരായി തീരുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരികയാണ്. അദ്ദേഹം കണ്ട ആ കാഴ്ച, വളരെ വേദനിപ്പിക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം വന്നു, ദേഷ്യം വന്നു. അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നു, وَلَمَّا رَجَعَ مُوسَى إِلَى قَوْمِهِ غَضْبَانَ أَسِفًا قَالَ بِئْسَ مَا خَلَفْتُمُونِي مِنْ بَعْدِي أَعَجِلْتُمْ أَمْرَ رَبِّكُمْ وَأَلْقَى الْأَلْوَاحَ وَأَخَذَ بِرَأْسِ أَخِيهِ يَجُرُّهُ إِلَيْهِ قال ابن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين. കുപിതനായും ദുഃഖിതനായും കൊണ്ട് മൂസ തന്റെ ജനതയിലേക്ക് മടങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പോക്കിനു ശേഷം നിങ്ങൾ എന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എത്രയോ ചീത്ത. നിങ്ങളുടെ റബ്ബിന്റെ കൽപ്പനക്ക് കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കാട്ടിയോ? അദ്ദേഹം പലകകൾ ഇടുകയും തന്റെ സഹോദരന്റെ തലമുടി പിടിച്ച് തന്നിലേക്ക് വലിക്കുകയും ചെയ്തു.
അദ്ദേഹം പറഞ്ഞു, സഹോദരൻ പറഞ്ഞു, എന്റെ മാതൃപുത്ര, നിശ്ചയമായും ഈ ജനങ്ങൾ എന്നെ ബലഹീനനാക്കി തീർക്കുകയും എന്നെ അവർ കൊലപ്പെടുത്തുമാർ ആകുകയും ചെയ്തു. ആകയാൽ എന്നെ നിന്ദിച്ചുകൊണ്ട് നീ ശത്രുക്കളെ സന്തോഷപ്പെടുത്തരുതേ. ഫലാ തുസ്മിത് ബി അൽഅദാഅ വലാ തജ്അൽനി മഅൽ ഖൗമിൽ ളാലിമീൻ. എന്നെ നിന്ദിച്ചുകൊണ്ട് നീ ശത്രുക്കളെ സന്തോഷപ്പെടുത്തരുതേ, എന്നെ നീ ഈ അക്രമികളുടെ കൂടെ ആക്കുകയും ചെയ്യരുത് എന്ന് പറയുകയാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ രൂപത്തിലാണ്. ഇങ്ങനെ അദ്ദേഹത്തിന് സങ്കടം വരികയും ദേഷ്യം വരികയും ചെയ്തപ്പോൾ, എന്താണ് നിങ്ങൾ ചെയ്തത്? ഖാല ബിഅ്സമാ ഖലഫ്തുമൂനി മിൻ ബഅദി. എനിക്ക് ശേഷം നിങ്ങൾ എന്താണ് ചെയ്തത്? അജിൽതും അംറ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിന്റെ കൽപ്പനക്ക് കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കാണിക്കുകയാണോ? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പലക്കുകൾ നിലത്തിടുകയും എന്നിട്ട് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പിടിക്കുകയും അദ്ദേഹത്തെ തലമുടി പിടിക്കുകയും, മറ്റൊരായത്തിൽ പറഞ്ഞത് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് വലാ തഖുദ് ബി ലഹ്യതി എന്ന് പറയുന്നുണ്ട്, താടിക്ക് പിടിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇവിടെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഖാല ഇബ്ന ഉമ്മ ഇന്നൽ ഖൗമ ഇസ്തദ്അഫൂനി വകാദു യഖ്തുലൂനനി. അവർ എന്നെ വളരെ ബലഹീനനാക്കി തീർക്കുകയും എന്നെ കൊലപ്പെടുത്തുമാറാവുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് ഈ ശത്രുക്കളെ സന്തോഷിപ്പിക്കരുത്. താങ്കൾ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഈ ശത്രുക്കളെ സന്തോഷിപ്പിക്കരുത്. ഈ അക്രമികളുടെ കൂടെ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യരുത് എന്ന് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, قال رب اغفر لي ولأخي وأدخلنا في رحمتك وأنت أرحم الراحمين. അദ്ദേഹം പറഞ്ഞു, റബ്ബേ, എനിക്കും എന്റെ സഹോദരനും നീ പൊറുത്തു തരികയും നിന്റെ കാരുണ്യത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. നീയാകട്ടെ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനുമാകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞു, ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല സയനാലുഹും ഗളബും മിർ റബ്ബിഹിം വദില്ലത്തുൻ ഫിൽ ഹയാത്തിദ് ദുനിയ വകദാലിക നജ്സിൽ മുഫ്തരീൻ. നിശ്ചയമായും പശുക്കുട്ടി ഉണ്ടാക്കി ആരാധന നടത്തിയവർ അവർക്ക് തങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് കോപവും ഐഹിക ജീവിതത്തിൽ നിന്ദ്യതയും ബാധിക്കുന്നതാണ്. അപ്രകാരമത്രേ വ്യാജം ചമക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത്. والذين عملوا السيئات ثم تابوا من بعدها وآمنوا إن ربك من بعدها لغفور رحيم. തിന്മകൾ പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരാകട്ടെ, നിശ്ചയമായും അതിനുശേഷം നിന്റെ റബ്ബ് അവർക്ക് പുറത്തു കൊടുക്കുന്നവരും കരുണാനിധിയും തന്നെ. ഈ സംഭവത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബിയും അവർ രണ്ടുപേരും പശ്ചാത്തപിച്ച് മടങ്ങുകയും അതിനു മുമ്പ് തന്നെ അത് പ്രവർത്തിച്ച ആളുകൾക്ക് ഖേദമുണ്ടാവുകയും അവർ ഖേദപ്രകടനം നടത്തുകയും ചെയ്തതും നമ്മൾ ഇവിടെ കാണുകയുണ്ടായി. അതുകൊണ്ട് അവർ ആ വിഷയത്തിൽ ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ വലമ്മാ സകത അൻ മൂസൽ ഗളബു വഅഖദൽ അൽവാഹ് വഫീ നുസ്ഖതിഹാ ഹുദൻ വറഹ്മത്തുൽ ലില്ലദീന ഹും ലിറബ്ബിഹിം യർഹബൂൻ. മൂസയിൽ നിന്ന് കോപം മടങ്ങിയപ്പോൾ അദ്ദേഹം പലകകൾ എടുത്തു. അവയിലെ എഴുത്തിൽ തങ്ങളുടെ റബ്ബിനെ കുറിച്ച് യാതൊരു കൂട്ടർ ഭയപ്പെടുന്നുവോ അവർക്ക് മാർഗദർശനവും കാരുണ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ശാന്തനായി കഴിഞ്ഞപ്പോൾ ആ നിലത്ത് വീണുപോയ പലകകൾ അദ്ദേഹം എടുക്കുകയാണ്. അതിൽ വഫീ നുസ്ഖതിഹാ ഹുദൻ വറഹ്മ, അതിന്റെ എഴുത്തിൽ എന്തുണ്ട്? ഹുദയുണ്ട്, മാർഗദർശനമുണ്ട്, വറഹ്മ, അതുപോലെ കാരുണ്യവുമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏതായിരുന്നാലും സൂറത്തുൽ ആറാഫിൽ ഇത് സംബന്ധമായി ഇതുപോലെ ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് അവിടെ നമ്മൾ പരിശോധിക്കുക. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ കാര്യം, ഇത് വഅദ്നാ മൂസ 40 ലൈല, മൂസായുമായി 40 രാത്രിക്ക് നാം കരാർ നിശ്ചയം നടത്തി എന്നാണ്. അപ്പൊ അതിൽ 40 രാത്രി എന്ന് പറയുന്നത് 30, 10 ഇങ്ങനെ ഈ രണ്ട് രൂപത്തിലാണ് സൂറത്തുൽ ആറാഫിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം അത് സ്വീകരിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ആ 40 രാത്രി
അള്ളാഹുവുമായി നടത്തിയ കരാർ, ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയ സന്ദർഭത്തിൽ, സീനാ താഴ്വരയിലേക്ക് പോയ സന്ദർഭത്തിൽ അവിടെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി, ആ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുകയും ചെയ്തു എന്ന കാര്യം, അത് വലിയ അക്രമമാണ് നിങ്ങൾ ചെയ്തത് എങ്കിലും നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആ കാര്യം അള്ളാഹു മാപ്പാക്കി നൽകുകയും ചെയ്തു എന്നാണ്. മൂസാക്ക് നാം വേദഗ്രന്ഥവും സത്യാസത്യ വിവേചനവും നൽകിയ സന്ദർഭവും ഓർക്കുക എന്ന്. ഈ ആയത്തുകളിലെ വിശദീകരണങ്ങൾ മഹാനായ അമാനി മൗലവി നൽകുന്നത് ഇപ്രകാരമാകുന്നു. അതുകൂടി കേട്ടുകൊണ്ട് അത് വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഫിർഔനും സൈന്യവും മുക്കി നശിപ്പിക്കപ്പെടുകയും ഇസ്രായേലിൽ രക്ഷപ്പെടുകയും ചെയ്ത ശേഷം അവർക്കുള്ള നിയമസംഹിത അടങ്ങുന്ന വേദഗ്രന്ഥം നൽകാമെന്നും അതിനായി ആദ്യം 30 പിന്നീട് 10 കൂടി ആകെ 40 ദിവസം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ധ്യാനം, വ്രതം മുതലായ അനുഷ്ഠാനങ്ങളോടുകൂടി സീനാമലയിൽ കഴിച്ചുകൂട്ടണമെന്നും അള്ളാഹു അദ്ദേഹവുമായി നിശ്ചയം ചെയ്തിരുന്നു. നിശ്ചയപ്രകാരം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സീനായിലേക്ക് പോകുമ്പോൾ തന്റെ അഭാവത്തിൽ ഇസ്രായേലിയരുടെ നേതൃത്വം സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഏൽപ്പിച്ചു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥലം വിട്ട ശേഷം സാമിരി എന്നു പേരായ ഒരുവന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ സ്വർണം കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുവാൻ തുടങ്ങി. അനേക കൊല്ലങ്ങളായി ഈജിപ്തുകാരുമായുള്ള സമ്പർക്കത്തിൽ പശുക്കളെ ആരാധിക്കുന്ന സമ്പ്രദായവുമായി അവർ ഇടപഴകി കഴിഞ്ഞിരുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തേടിപ്പോയ ആ ദൈവമാണതെന്ന് അവർ പറഞ്ഞു. ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്നാൽ കഴിയുന്ന തടസ്സങ്ങൾ പറഞ്ഞു നോക്കിയെങ്കിലും അവരത് ചെവിക്കൊണ്ടില്ല. നിശ്ചിത ദിവസം കഴിഞ്ഞ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്തും കൊണ്ടുവന്നപ്പോൾ കണ്ട കാഴ്ച അതായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യസനവും കോപവും പിന്നെ പറയേണ്ടതുണ്ടോ? ഇത്രയും കടുത്ത അപരാധം അവർ ചെയ്തിട്ട് പോലും പിന്നീട് അള്ളാഹു അവർക്ക് മാപ്പ് നൽകുകയുണ്ടായി. അവർ നന്ദിയുള്ളവരായി തീരട്ടെ, അങ്ങനെ അവർ സന്മാർഗം പ്രാപിക്കട്ടെ എന്നുദ്ദേശിച്ചാണ് അള്ളാഹു അവർക്ക് മാപ്പാക്കിയത്. വേദഗ്രന്ഥം കൊണ്ട് ഉദ്ദേശം തൗറാത്താകുന്നു. ഇസ്രായേലിയർക്ക് മാർഗദർശനത്തിന് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും നിയമനിർദ്ദേശങ്ങളും ചരിത്ര പാഠങ്ങളും അടങ്ങിയ ഒരു നിയമസംഹിതയും സത്യാസത്യങ്ങളെയും ന്യായാന്യായങ്ങളെയും വേർതിരിച്ച് വിവരിക്കുന്ന മതഗ്രന്ഥവുമാണ് തൗറാത്ത്. ആ നിലക്ക് വേദഗ്രന്ഥവും വിവേചനവും കൊണ്ടുദ്ദേശം തൗറാത്ത് തന്നെ. വിവേചനം കൊണ്ടു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനയുണ്ടായ അമാനുഷിക ദൃഷ്ടാന്തങ്ങളാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. രണ്ടായാലും ലക്ഷ്യം അവർ സന്മാർഗം പ്രാപിക്കൽ തന്നെ. ഇതാണ് മഹാനായ മുഹമ്മദ് അമാനി മൗലവി നൽകിയ വിശദീകരണം. ഇത് വിശുദ്ധ ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ സംഭവ ബഹുലമായ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു എന്ന് കാണുമ്പോൾ എത്ര പെട്ടെന്നാണ് മനുഷ്യൻ വഴിവഴിച്ചു പോവുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, അതിൽ ഇസ്തിഖാമത്തുണ്ടാവുക, അതോടൊപ്പം അള്ളാഹുവിന്റെ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കുക എന്നത് ഏത് സന്ദർഭത്തിലാണ്, ഏതൊരു മനുഷ്യനാണ് തൗഹീദിൽ നിന്ന് പിഴച്ചു പോവുക എന്നത് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം ഉണ്ടാക്കുകയും ആ വിശ്വാസത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകളോ കുഴപ്പങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ നേടുകയും ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയും വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ നമുക്കെല്ലാം പാഠമായിരിക്കണം എന്നാണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മോട് ഇക്കാര്യങ്ങൾ നമ്മെ അറിയിക്കുന്നത്. ഒരു പ്രവാചകന്റെ നിർദ്ദേശമുള്ള ഏതൊരു വിഷയത്തിലും ആ പ്രവാചകന്റെ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് പോകുവാൻ വിശ്വാസികൾക്ക് യാതൊരു അവകാശവുമില്ല. ഒരു വിശ്വാസിക്കാവട്ടെ വിശ്വാസിനിക്കാവട്ടെ അള്ളാഹുവിന്റെ നിർദ്ദേശമുള്ള ഏതൊരു വിഷയത്തിലും അവർക്ക് സ്വയം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ
നാം അത് പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ശരിയായ ഹിദായത്തും ശരിയായ ഇസ്തിഖാമത്തും നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ശരിയായ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം ഹൃദയങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള കളങ്കങ്ങളില്ലാതിരിക്കുവാൻ, തെറ്റിപ്പോകാതിരിക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. اللهم يا مقلب القلوب ثبت قلبي على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ വിശ്വാസത്തിൽ, നിന്റെ ആദർശത്തിൽ, നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്ന തരത്തിൽ ആക്കി തീർക്കണമേ തമ്പുരാൻ. ഈ വിശുദ്ധ ഖുർആൻ അത് നമുക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള ഗുണപാഠങ്ങളിൽ നിന്ന് ശരിയായ സന്ദേശം ഉൾക്കൊള്ളുന്ന, ഖുർആൻ വഴി ഹിദായത്തിലേക്ക് പോകുന്ന, ഖുർആൻ വഴി ദലാലത്തിലേക്ക് പോകാത്ത ശരിയായ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.